കൊച്ചി ലഹരിമരുന്ന് കേസിൽ ഒരു DJ കൂടി അറസ്റ്റിലായി. ഇടപ്പള്ളി സ്വദേശി എൽവിനാണ് പോലീസിന്റെ പിടിയിലായത്. കേസിൽ ഉൾപ്പെട്ട റഷ്യൻ സംഗീതജ്ഞനെ കൊച്ചിയിലെത്തിച്ചത് എൽവിനാണെന്ന് പോലീസ് പറയുന്നു. ക്രൈം റിപ്പോർട്ട് നമ്പർ 1 കൊച്ചിയിൽ നിന്ന് സമീർ വാഴങ്കോട് നൽകുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കോക്കാച്ചി എന്ന മിഥുന്റെ സുഹൃത്തും DJ പാർട്ടി സംഘാടകനുമായ ഹൈപ്പർബാക്ക് എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി സ്വദേശി എൽവിനാണ് പിടിയിലായത്. ഇരുവരും ചേർന്നാണ് കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേമെറിഡിയനിൽ നിഷ പാർട്ടി സംഘടിപ്പിച്ചതെന്നും റഷ്യൻ സംഗീതജ്ഞൻ സൈക്കോവിസ്കി വാസിലി മാർക്കലോവയെ കൊച്ചിയിലെത്തിച്ചത് താനാണെന്നും എൽവിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുഖ്യപ്രതി മിഥുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ പ്രതിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ മിഥുന്റെ സിനിമാ ബന്ധങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊച്ചിയിലെ DJ പാർട്ടികൾക്ക് പിന്നിൽ പ്രമുഖ ഹോട്ടൽ ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായ വ്യക്തിയാണ് എന്ന് പോലീസിന് മിഥുൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഗോവയിലെ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും മിഥുന്റെ മൊഴിയിലുണ്ടായിരുന്നു. കൂടാതെ ഏതാനും ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മിഥുന് ന്യൂ ജനറേഷൻ നടിമാരുമായി അടുത്ത ബന്ധമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ മിഥുൻ പോസ്റ്റ് ചെയ്ത ഏതാനും ചിത്രങ്ങളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. ഈ നടിമാർക്ക് മയക്കുമരുന്ന് ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മിഥുന് പിറകെ എൽബിൻ കൂടി പിടിക്കപ്പെട്ടതോടെ ഈ കേസിൽ 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച അരങ്ങേറിയ DJ പാർട്ടിക്കിടെ പിടിയിലായ സൈക്കോവിസ്കി അടക്കമുള്ള 7 പേർക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബോൾഗാട്ടിയിൽ ദമ്പതിമാരെ BJP പ്രവർത്തകർ വീട്ടുതടങ്കലിലാക്കി വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. BJP എറണാകുളം ജില്ലാ നേതാവ് ഷമ്മിക്കെതിരെയാണ് മുളവുകാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പാർട്ട്മെന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നായിരുന്നു സണ്ണി മാത്യുവിനെയും ഭാര്യയെയും BJP പ്രവർത്തകർ തടവിലാക്കിയത്. കരാറുകാരനായ BJP നേതാവ് ഷമ്മി കരാർ തുകയേക്കാൾ 12.5 ലക്ഷം രൂപ അധികം വാങ്ങിയതിനെ തുടർന്ന് മാത്യു കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് എറണാകുളം ജില്ലയിലെ പ്രമുഖനും BJP സംസ്ഥാന സമിതി അംഗവുമായ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തി 2.5 ലക്ഷം രൂപ കൂടി നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. പിന്നീട് പരാതി പിൻവലിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് വധഭീഷണി മുഴക്കി ദമ്പതിമാരെ വീട്ടിൽ പൂട്ടിയിട്ടത്. ഒരു കമ്പിപടി ഏതാണ്ടൊക്കെ ആയിട്ട് വന്നു, അതെല്ലാം ചവിട്ടി, ആ വെളിയിലത്തെ അതെല്ലാം ചവിട്ടി വളച്ച് കളഞ്ഞു. ആണ്ട് ഈ ഗേറ്റിൻ്റെ പിടിച്ചു തള്ളും പിടുത്തവും. പിന്നെ ഈ കൊടിയെല്ലാം കെട്ടിയിട്ട് പറഞ്ഞു ഇനി വെളിയിൽ ഇറങ്ങിയാൽ കൊന്നുകളയും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയാൽ. സംഭവത്തിൽ ഷമ്മിക്കെതിരെ കേസെടുത്തതായി മുളവുകാട് സബ് ഇൻസ്പെക്ടർ K. വിജയൻ പറഞ്ഞു. ഈ പരാതി അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കുന്നുണ്ട്. ഷമ്മിയെ പ്രതിയെ കേസെടുക്കുന്നുണ്ട്, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടുക്കി സ്വദേശിയായ മാത്യു 2011 മുതലാണ് എറണാകുളം ജില്ലയിൽ താമസമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാതൃത്വത്തിന്റെയും വേർപിരിയലിന്റെയും ഒരു നൊമ്പരക്കാഴ്ച ഇന്ന് അട്ടക്കുളങ്ങര വനിതാ ജയിലിലുണ്ടായി. 1.5 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം 3.5 വയസ്സുകാരി ഐശ്വര്യ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും തടവുകാരിയായ അമ്മയെ പിരിഞ്ഞുപോയി. അമ്മയെയും ജയിൽ ജീവനക്കാരെയും പിരിയേണ്ടി വന്നെങ്കിലും ചേച്ചിക്കൊപ്പം പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കുഞ്ഞ് ഐശ്വര്യ. പാമ്പാടി ആശ്വാസ് ഭവനാണ് കുട്ടികളെ ഏറ്റെടുത്തത്. കാഴ്ചയിലേക്ക്. ഇതാണ് 3 വയസ്സുകാരി ഐശ്വര്യ. ഈ കുരുന്ന് കഴിഞ്ഞ 1.5 വർഷമായി തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ ഏവരുടെയും പൊന്നോമനയാണ്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അമ്മയ്ക്കൊപ്പം ചേച്ചി പ്രിയങ്കയുമായാണ് ആദ്യമായി ഐശ്വര്യ ഈ ജയിലിലെത്തുന്നത്. അന്ന് തന്നെ പാമ്പാടി ആശ്വാസ് ഭവൻ അധികൃതർ ചേച്ചി പ്രിയങ്കയെ ഏറ്റെടുത്തു. പിന്നീട് ഐശ്വര്യയുടെ ലോകം ജയിൽ മാത്രമായിരുന്നു. ചേച്ചിയോടൊപ്പം തന്നെയും ആശ്വാസ് ഭവൻകാർ കൊണ്ടുപോകുന്നതിൽ അവൾക്ക് സന്തോഷം തന്നെ. പക്ഷേ അമ്മയെ വിട്ടുപിരിയുന്നതിന്റെ ദുഃഖവും ആ കുരുന്നിന്റെ മുഖത്ത് കാണാം. എവിടെ പോവാനിയെത്തിയിട്ട്? അമ്മയുടെ അടുത്തുനിന്ന് പോകുന്നതിൻ്റെ സങ്കടമുണ്ടോ? ഇല്ലേ? കുഴപ്പമില്ല, ചേച്ചിയുടെ കൂടെ നിന്നാൽ മതി. ചേച്ചി പ്രിയങ്ക UKGയിൽ പോകുമ്പോൾ ഐശ്വര്യ അടുത്ത മാസം മുതൽ ചേച്ചിയുടെ കയ്യം പിടിച്ച് LKGയിൽ ചേരും. അമ്മയും അച്ഛനും ചേർന്ന് നടത്തിയ കൊലപാതകത്തിനു ശേഷം ഇവരുടെ അച്ഛൻ ഒളിവിൽ പോകുകയായിരുന്നു. അമ്മ ശിക്ഷിക്കപ്പെട്ടു. ഇത്തരത്തിൽ തടവിൽ കഴിയുന്നവരുടെ കുട്ടികളെ ഏറ്റെടുത്ത് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആശ്വാസ് ഭവൻ ഡയറക്ടർ ബോർഡ് അംഗം അനീന പറഞ്ഞു. അമ്മയ്ക്ക് അതാണ് സന്തോഷം, ഞങ്ങളുടെ കൂടെ പിള്ളേരും. പിന്നെ മൂത്തവൾക്കും അതാണല്ലോ സന്തോഷം. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അവർക്ക് എത്ര നാൾ അവിടെ നിൽക്കണോ അത്രയും നാൾ നിൽക്കാം. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രതീതിയിൽ. അങ്ങനെ കയ്യിൽ കുഞ്ഞു പാവയും മിഠായികളുമായി ആ കുരുന്നുകൾ ഇനി പുതിയ ലോകത്തേക്കാണ്. അച്ഛനമ്മമാർ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇവരെ പോലുള്ള കുരുന്നുകളാണ്. ഇന്നിപ്പോൾ അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്നും ഇവർ അന്യമായിരിക്കുന്നു. എന്നാൽ പുതിയൊരു ജീവിതം ഇവർക്ക് പുറത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
തിരുവനന്തപുരത്തെ വനിതാ ജയിലിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം S ഷീജ. അംഗൻവാടി കുട്ടികൾക്ക് വിതരണം ചെയ്ത ഉപ്പുമാവ് പൊടിയിൽ ചത്തപ്പല്ലി. പരാതിയെ തുടർന്ന് പൊടി ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കായി ശേഖരിച്ചു. പത്തനംതിട്ടയിലാണ് സംഭവം. പത്തനംതിട്ട മലയാളപ്പുഴയിൽ അംഗൻവാടി കുട്ടികൾക്ക് നൽകിയ അമൃതം പൊടിയിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത്. പുതിപ്പാട് 9-ാം നമ്പർ അംഗൻവാടിയിലാണ് സംഭവം. വട്ടത്തറമണിൽ സ്വദേശിയായ നിതീഷിന്റെ മക്കൾക്ക് ലഭിച്ച അമൃതം പൊടിയിലാണ് പല്ലിയെ കണ്ടെത്തിയത്. 3 ദിവസം ഈ കവറിലെ അമൃതം പൊടി കുട്ടികൾക്ക് അമ്മ രാജി കൊടുക്കുകയും ചെയ്തു. എന്നാൽ 4-ാം ദിവസമാണ് ഇവർ ചത്ത പല്ലി കവറിൽ കിടക്കുന്നത് കണ്ടത്. അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടിയായത് ഒരാഴ്ചയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. 3 ദിവസം ഞങ്ങൾ പൊട്ടിച്ച് യൂസ് ചെയ്ത് 3 ദിവസം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഇത് 4-ാമത്തെ ദിവസം എടുത്ത് കവർ കുലുക്കിയാണ് ഇന്ന് എടുത്തത്. അതുകൊണ്ട് ഇത് വീണത്. വെറുതെ കവറൊന്ന് കുലുക്കി പാത്രത്തിലോട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇതിനകത്തിലോട്ട് ഇത് വീണത്. ഇതിൻ്റെ കൈയും കാലും എല്ലാം ദ്രവിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് അതിന്. പാക്കിംഗ് ഡേറ്റും ഒന്നും അതിലില്ല. സംഭവം അറിഞ്ഞ ഉടനെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അമൃതം പൊടി പരിശോധനയ്ക്കായി കൊണ്ടുപോയി. അതേസമയം പൊടി കഴിച്ച നിതീഷിന്റെ 2 മക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. THRC പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിലൂടെ സംയോജിത ശിശുപരിപാലന പദ്ധതി പ്രകാരമാണ് അമൃതം പൂരക പോഷണപ്പൊടി അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സ്ത്രീകളിൽ ക്യാൻസർ പടർത്തുന്ന ഉപകരണം വിറ്റ സംഭവത്തിൽ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ FBI അന്വേഷണം. കഴിഞ്ഞ വർഷം വിപണിയിൽ നിന്ന് പിൻവലിച്ച ലാപ്രോസ്കോപ്പിക് പവർ മോർസിലേറ്റർ എന്ന ഉപകരണം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയിലാണ് ലാപ്രോസ്കോപ്പിക് പവർ മോർസിലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഗർഭാശയ ക്യാൻസറുള്ള സ്ത്രീയിൽ മോർസിലേറ്റർ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ കോശങ്ങൾ അടിവയറ്റിലേക്കും ഇടുപ്പിലേക്കും പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. 2014 ഏപ്രിൽ മാസത്തിലാണ് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. നവംബറിൽ ഉപകരണം വിപണിയിൽ നിന്ന് പിൻവലിക്കണമെന്ന നിർദ്ദേശവും FDA പുറപ്പെടുവിപ്പിച്ചു. ഉപകരണത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് അത് ഉപയോഗിക്കരുതെന്ന് ജോൺസൺ ആൻഡ് ജോൺസണിന്റെ സഹോദര സ്ഥാപനവും ഉപകരണത്തിന്റെ നിർമ്മാതാക്കളുമായ എത്തിക്കോൺ ഡോക്ടർമാരോട് അറിയിച്ചിരുന്നു. വൈകാതെ ഉപകരണം വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. അതേസമയം മോർസിലേറ്ററിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് FBI തങ്ങളുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ വക്താവ് അറിയിച്ചു. ക്യാൻസർ ബാധിച്ച ചുരുക്കം ചില സ്ത്രീകളെ മാത്രമേ FBI ചോദ്യം ചെയ്തിട്ടുള്ളൂ. 2013 മോർസിലേറ്റർ ഉപയോഗിച്ച ആമിറീഡ് എന്ന ഡോക്ടറാണ് ആദ്യമായി ക്യാൻസർ സാധ്യത മനസ്സിലാക്കിയത്. അവരുടെ അടിവയറിലേക്ക് ക്യാൻസർ വ്യാപിക്കാൻ കാരണം മോർസിലേറ്റർ ഉപകരണമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്. ബോളിവുഡ് നടി സണ്ണി ലിയോൺ പോലീസ് സ്റ്റേഷനിൽ. സണ്ണി ലിയോണിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാനാണ് താരം താനെ പോലീസ് സൈബർ ക്രൈം സെല്ലിൽ ഹാജരായത്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടന വേദി രാഷ്ട്രീയ പ്രചരണ വേദിയാക്കാനുള്ള UDF ശ്രമത്തിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങിയത് സംഘർഷത്തിനിടയാക്കി. ആലപ്പുഴ തുറവൂരിലെ തൈക്കാട്ടുശ്ശേരി പാലത്തിന്റെ ഉദ്ഘാടന വേദിയാണ് ഇതോടെ അലങ്കോലമായത്. ആ കാഴ്ചയിലേക്ക്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ച തുറവൂർ പമ്പ പാതയുടെ ഉദ്ഘാടന വേദിയാണ് UDF രാഷ്ട്രീയ പ്രചരണ വേദിയാക്കാൻ ശ്രമിച്ചത്. അരൂർ, ചേർത്തല, വൈക്കം MLA മാരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും UDF ഭരണ നേട്ടത്തിന്റെ വേദിയാക്കാൻ ശ്രമിച്ചതിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി എത്തി. പരിശ്രമിച്ച എല്ലാവരെയും യഥാർത്ഥമായി ഇവിടെ പറയാനുള്ള അവസരമാണ്. ഇത് ആഘോഷിക്കുക. ഐക്യ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ തീരുന്നില്ല. എല്ലാവരും വളരെ സഹിഷ്ണുതയോടുകൂടി ക്ഷമയോടുകൂടി ഈ പരിപാടികൾ അവസാനിക്കും. നമ്മളെല്ലാ ഗവൺമെന്റുകളും തുടർച്ചയിന്നിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ച പാലങ്ങളായാലും ഇവിടെ പ്രഖ്യാപിച്ച പദ്ധതികളായാലും അതിന്റെ ഒന്നും പൈസ പോലും ഈ സർക്കാരിന് കൊടുക്കേണ്ടി വരത്തില്ല. വരാൻ പോകുന്ന ഗവൺമെന്റാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതാരായിരിക്കും വരാൻ പോകുന്നത് എന്നും ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള 100 കണക്കിന് പോലീസ് അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ പിന്നീട് വേദിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബൊഫേഴ്സ് ആയുധ ഇടപാട് മാധ്യമ വിചാരണ മാത്രമായിരുന്നുവെന്ന പരാമർശം ഉൾക്കൊള്ളുന്ന രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സ്വീഡിഷ് പത്രത്തെ സമീപിച്ചു. സ്വീഡനിലെ ഇന്ത്യൻ അംബാസഡർ ബാണശ്രീ ബോസ് ഹാരിസൺ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പത്രത്തിന് കത്തയച്ചു.
ഓഫ് ദ റെക്കോർഡായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സ്വീഡിഷ് പത്രത്തിന് കത്തയച്ചത്. പ്രണബ് മുഖർജിയുടെ പരാമർശം ഇന്ത്യയിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്ത്യ രംഗത്തെത്തിയത്. സ്വീഡിഷ് വായനക്കാർക്ക് താല്പര്യമില്ലാത്ത വാർത്തയാണ് ബോഫോഴ്സ് എന്നിരിക്കെ പ്രസിദ്ധീകരിക്കരുതെന്ന് ബാണശ്രീ ബോസ് പത്രത്തെ അറിയിച്ചു. ഡാജൻസ് നെഹിറ്റർ എന്ന പത്രവും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ബോഫോഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നീക്കം ചെയ്യണമെന്ന് ഇന്ത്യൻ അംബാസഡർ ആവശ്യപ്പെട്ടിരുന്നതായി പത്രം റിപ്പോർട്ട് ചെയ്തു. രാഷ്ട്രപതിയുടെ സ്വീഡൻ സന്ദർശനം റദ്ദാക്കിയേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പത്രത്തിൽ പറയുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജി അടുത്ത ഞായറാഴ്ച സ്വീഡൻ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സ്വീഡൻ പത്രത്തിന്റെ റിപ്പോർട്ടറുമായി നടത്തിയ അഭിമുഖത്തിലാണ് പ്രണബ് മുഖർജി വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത്. ബോഫോഴ്സ് ആയുധ ഇടപാട് അഴിമതിയാണെന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ലെന്നും നടന്നത് മാധ്യമ വിചാരണ മാത്രമാണെന്നുമായിരുന്നു പരാമർശം. ന്യൂസ് ഡെസ്ക്. ആറന്മുള വിമാനത്താവള കമ്പനി നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തിയ തോട് പുനഃസ്ഥാപിക്കാൻ ഒടുവിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും നടപ്പാക്കാതിരുന്ന തീരുമാനങ്ങളാണ് വിമാനത്താവള വിരുദ്ധ സമരസമിതിയുടെ പ്രതിഷേധ പ്രഖ്യാപനത്തോടെ ഇപ്പോൾ നടപ്പിലായത്. ആറന്മുള വിമാനത്താവള കമ്പനി മണ്ണിട്ട് നികത്തിയ പ്രദേശത്തെ മണ്ണ് മാറ്റി തോട് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കളക്ടർ ഉത്തരവ് നടപ്പാക്കാൻ തയ്യാറായത്. കോടതി ഉത്തരവിനെതിരെ KGS കമ്പനി രംഗത്ത് വന്നതും ഉത്തരവ് നടപ്പിലാക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകാതിരുന്നതും മണ്ണ് മാറ്റുന്നതിന് തടസ്സമായി. ജില്ലാ കളക്ടർ കോടതിയലക്ഷ്യ കേസ് നേരിട്ടിട്ടും അദ്ദേഹം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതി ജില്ലാ കളക്ടറുടെ KGS പ്രീണന നയത്തിനെതിരെ ജൂൺ 11 കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും വിമാനത്താവള പദ്ധതിക്കെതിരെ കേന്ദ്ര സർക്കാർ നിലകൊണ്ടതുമാണ് നികത്തിയ തോട് പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സംസ്ഥാന ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കോടതി വിധി നടപ്പിലാക്കുന്നതിൽ നിന്നും കളക്ടർ ആദ്യം പിന്തിരിഞ്ഞതെന്നാണ് ആക്ഷേപം. അതേസമയം KGS കമ്പനിയുടെ കൈവശം അളവിൽ കൂടുതൽ ഭൂമി കണ്ടെത്തിയിട്ടും ഇതിനെതിരെ ഇനിയും നടപടികൾ ആരംഭിച്ചിട്ടില്ല. കമ്പനിയുടെ കൈവശം 107 ഏക്കർ ഭൂമിയുണ്ടെന്നാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ മിച്ചഭൂമി കേസ് കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്യേണ്ട ഘട്ടത്തിലാണ് നാളിതുവരെ യാതൊരു നടപടിയും ജില്ലാ ഭരണകൂടം സ്വീകരിക്കാതിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് 1,30 ലക്ഷം രൂപ അധികം നൽകി ഭൂമി വാങ്ങിയതിന് തെളിവ്. സെന്റിന് 3 ലക്ഷം രൂപയ്ക്ക് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഉദ്യോഗസ്ഥൻ വാങ്ങിയ ഭൂമിയുടെ ബാക്കി ഭാഗം കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് വാങ്ങിയത് സെന്റിന് 12 ലക്ഷം രൂപയ്ക്ക്. 2 ആധാരങ്ങളും ഒരേ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരേ ദിവസം രജിസ്റ്റർ ചെയ്തു. ഭൂയിടപാടിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ അഴിമതി. കൊട്ടാരക്കര പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന 34 സെന്റ് ഭൂമി ഇടപാടിലാണ് 2 തരം വ്യാപാരം നടന്നത്. കൊട്ടാരക്കര സ്വദേശി MK തോമസിന്റെ ഉടമസ്ഥയിലാണ് ഭൂമി. സംസ്ഥാന കാർഷിക വികസന ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ജോൺ വർഗീസ് 19 സെന്റ് ഭൂമി സെന്റിന് 3 ലക്ഷം രൂപ വീതം നൽകി 57,55,000 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ അതേ ദിവസം കൊട്ടാരക്കര കാർഷിക വികസന ബാങ്ക് ബാക്കി വരുന്ന 15 സെന്റ് ഭൂമി വാങ്ങിയത് 1,80 ലക്ഷം രൂപ നൽകി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ജില്ലാ രജിസ്ട്രാർ ഇത് തള്ളിക്കൊണ്ട് ഉത്തരവിറക്കി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 10,80,000 രൂപ അടയ്ക്കാത്ത പക്ഷം ബാങ്കിനെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം ബാങ്കിന്റെ പേരിൽ ഇപ്പോൾ വസ്തു ഇല്ലെന്ന് മാത്രമല്ല ഭൂ ഉടമയ്ക്ക് 1,80 ലക്ഷം രൂപ കൈമാറുക കൂടി ചെയ്തു. സംഘത്തിന്റെ പേരിൽ ഭൂമി വാങ്ങിയപ്പോൾ 1,30 ലക്ഷം രൂപ അധികം നൽകിയത് എന്തിനാണെന്ന സംശയം ഉയരുന്നു. സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായ ജോൺ വർഗീസുമായി കൊട്ടാരക്കര കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റിനും കൂട്ടാളികൾക്കും എന്ത് ബന്ധമാണെന്ന ചോദ്യം ഉയരുന്നു. AI ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട ബാങ്കിന്റെ ഭരണസമിതി 1,30 ലക്ഷം രൂപ അധികം നൽകിയാണ് ഭൂമി വാങ്ങിയത്. ഇതിന് തെളിവാണ് ജോൺ വർഗീസിന്റെ ആധാരത്തിന്റെ പകർപ്പും ജില്ലാ രജിസ്ട്രാറിന്റെ ഉത്തരവിന്റെ പകർപ്പും. ഇത് രണ്ടും വെച്ചാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. മംഗലാപുരം വിമാനാപകടത്തിൽ മരണമടഞ്ഞവരിൽ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ 22 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. ദുരന്തത്തിന്റെ സ്മരണയ്ക്ക് പാർക്ക് നിർമ്മിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ച ഈ സ്ഥലം ഇപ്പോൾ കാട് കയറിയ നിലയിലാണ്. ദുരന്തത്തിന്റെ 5ാം വാർഷികത്തിലും സ്മരണാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടേക്ക് ആരും വന്നില്ല. 5 വർഷം മുമ്പ് നടന്ന മംഗലാപുരം വിമാനാപകട ദുരന്തത്തിൽ മരിച്ചത് 158 പേർ. ഇതിൽ 22 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത നിലയിലായതിനാൽ വിവിധ മതപുരോഹിതരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ദേശീയപാത 66 സമീപം കുളൂരിൽ
ഗുരുപ്പൂർ നദിക്കരയിൽ കൂട്ടത്തോടെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഒരു മഴക്കാലം പിന്നിട്ടതോടെ ഇവിടമാകെ കാട് നിറഞ്ഞു. പിന്നീട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ചെയ്തു. ദുരന്തത്തിന്റെ 5ാം വാർഷിക നാളിലും ഇതേ അവസ്ഥ തന്നെ തുടർന്നു. ആരും ಇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ല. വിമാനം തകർന്ന സ്ഥലത്തും സ്മരണയ്ക്കായി ഒന്നും നിലവിലില്ല. കുളൂരിലെ നിർദ്ദിഷ്ട സ്മാരക പാർക്ക് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ. 5 ವರ್ಷದ ಮುಂಚೆ ಮಂಗಳೂರು ವಿಮಾನ ದುರಂತ ಆಗಿತ್ತು. ಅದರಲ್ಲಿ 158 ಜನರು ಇದ್ದರು. 8 ಜನ ಬದುಕಿ ಉಳಿದಿದ್ದಾರೆ. ಮತ್ತು ಅದರಲ್ಲಿ ಎಲ್ಲ ಗುರುತು ಹಿಡಿದಾಗಿಟ್ಟು 21 ಹಿಡಿಯದ ಬಾಡಿಗಳನ್ನು ಇಲ್ಲಿ ದಫನ ಮಾಡಿ ಸಾರ್ವಜನಿಕವಾಗಿ ದಫನ ಮಾಡಿದ್ರು. ಇಷ್ಟೊಂದು ದೊಡ್ಡ ದುರಂತ ಆಗಿದ್ದು ಈಗಾದರೂ ಸಹ ಅದರ ನೆನಪು ಬಂದಿದೆ. ಆ ಸಾರ್ವಜನಿಕವಾಗಿ ಒಂದು ಉತ್ತಮ ಪ್ಲೇಸ್ ಸಹ ಇದಾಗ್ತಾ ಇದೆ. മംഗലാപുരം നഗരസഭ, പോർട്ട് ട്രസ്റ്റ്, വിമാനത്താവള അതോറിറ്റി, എയർ ഇന്ത്യ എന്നിവയുടെ സംയുക്ത സംരംഭമായി തകർന്ന വിമാനത്തിന്റെ മാതൃകയിൽ പാർക്ക് നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ വർഷമാണ് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ തീരുമാനം കൈക്കൊണ്ടത്. ഇതിനായി 43 സെന്റ് സ്ഥലം സംസ്ഥാന സർക്കാർ വിട്ടുകൊടുക്കുകയും ചെയ്തു. ദുരന്തത്തിന്റെ 6ാം വാർഷികത്തിന് മുമ്പെങ്കിലും പാർക്ക് നിർമ്മാണം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.